അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ ഫീഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം കൊണ്ട് ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്ന് ഈ സമയം വരെ റബ്ബിൻ്റെ ദീൻ നിരന്തരം കേൾക്കുവാനും അള്ളാഹുവിൻ്റെ ദീൻ പ്രബോധനം ചെയ്യുന്നതിൽ പങ്കാളികളാകുവാനും പ്രബോധനം ചെയ്യേണ്ടുന്ന രൂപരേഖയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനു വേണ്ടി ഒരുമിച്ച് കൂടിയവരാണ് ഇവിടെ ഇരിക്കുന്ന ആളുകളിലധികവും. വലിയ ഒരു സമയം ദീർഘിപ്പിച്ച് സംസാരിച്ച് സമയം കൊണ്ട് പ്രയാസപ്പെടുത്തുന്ന ഒരവസ്ഥ ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ നേരത്തെ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ജീവിതത്തിൻ്റെ ഭാഗമായി നിത്യവും നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നിർബന്ധമായ ആരാധനാകർമ്മങ്ങളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന നിസ്കാരം, ആ നിസ്കാരത്തിലെ ഏറ്റവും ഒടുവിലത്തെ റുക്കനായിട്ടുള്ള അത്തഹിയ്യാത്തിൽ തശഹുദുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ, ശ്രദ്ധയിൽ പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നാം നിർവഹിക്കുന്ന ആരാധനകളിൽ ഏറ്റവും ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ആരാധന, എല്ലാ ആരാധനയും ശ്രദ്ധയോടുകൂടി നിർവഹിക്കേണ്ടതാണ്. എന്നാൽ വളരെയേറെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നാം നിർവഹിക്കേണ്ട ആരാധനാ കർമ്മമാണ് നിസ്കാരം. നിസ്കാരത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലേറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഇസ്ലാം നിർബന്ധമാക്കിയിട്ടുള്ളതും ഐച്ഛികമാക്കിയിട്ടുള്ളതുമായ മുഴുവൻ ആരാധനാ കർമ്മങ്ങളിൽ വെച്ച് ആകാശത്തുനിന്ന് അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു സമ്മാനമായി നൽകിയത് നമസ്കാരം മാത്രമാണ്. ബാക്കിയൊക്കെ റസൂല് ഭൂമിയിലായിരിക്കെ വഹയിലൂടെ നൽകപ്പെട്ടതാണെങ്കിൽ നിസ്കാരമെന്ന ആരാധന ആകാശത്തിനപ്പുറത്ത് വെച്ചുകൊണ്ട് റസൂലിന് നൽകിയ ആരാധനയാണ്. നാളെ പരലോകത്ത് വിചാരണ വേളയിൽ അള്ളാഹു കർമ്മങ്ങൾ പരിശോധിക്കുമ്പോൾ, ഒരു മനുഷ്യനെ വിചാരണയ്ക്ക് വിധേയമാക്കുമ്പോൾ ഒന്നാമതായി വിചാരണക്കെടുക്കുന്ന ആരാധന കർമ്മം നിസ്കാരമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, ആ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ആര് പൂർണ്ണത കൈവരിച്ചുവോ അവിടുന്ന് അങ്ങോട്ടുള്ള ചോദ്യങ്ങളിലൊക്കെ അവൻ രക്ഷപ്പെടും.
അല്ലെങ്കിൽ അതിൽ അപൂർണനാണെങ്കിൽ അവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രയാസമായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ആ ഒരു നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് വളരെയേറെ ശ്രദ്ധ വേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പ്രവാസികളായ നമുക്ക് ദുനിയാവുമില്ല പരലോകവുമില്ല എന്നൊരവസ്ഥ ഒരിക്കലും നമുക്കുണ്ടായിക്കൂടാ. കാരണം വളരെയേറെ തിരക്കുകളുള്ള, വളരെ കുറച്ചു മാത്രം ജോലിക്കിടയിൽ സമയം ലഭിക്കുന്നവരാണ് പ്രവാസികളിൽ അധികവും. 12 മണിക്കൂറും 13 മണിക്കൂറും ആഴ്ചയിൽ ലീവില്ലാത്തവരും, ഉറക്കം ശരിക്ക് ലഭിക്കാത്തവരും, ദൈനംദിന ജീവിതത്തിൽ നാം ചെയ്തു വരുന്ന പ്രഭാത കൃത്യങ്ങൾ വരെ കൃത്യമായി നിർവഹിക്കാൻ കഴിയാത്ത, അതിനുപോലും തികച്ച് സമയം ലഭിക്കാത്ത ആളുകളാണ് പ്രവാസികളിൽ പലരും. അങ്ങനെ വരുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകുന്ന മനക്കുത്താണ് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്നത്. പല ആളുകളും നിസ്കരിക്കാത്തവരായി ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ വലിയ വേദന, ഭയം തോന്നാറുണ്ട്. കാരണം നിസ്കാരത്തിൻ്റെ കാര്യത്തെ തൊട്ട് അത്രമാത്രം ബോധമേ അവരിലൊക്കെ ഉണ്ടായിട്ടുള്ളൂ എന്നതാണ് അതിന് കാരണം. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ അനിവാര്യമാണ്. അത് ഓരോ റുക്കിനിലും ഓരോ അനക്കങ്ങളിലും ആ ഒരു ശ്രദ്ധ അനിവാര്യമായും നമ്മിലുണ്ടാകണം. ജോലിക്കിടയിൽ ലഭിക്കുന്ന ചെറിയൊരു സമയം പെട്ടെന്ന് നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു ജോലിയിൽ കയറാനുള്ള ആ ഒരു ധൃതി, നമസ്കാരത്തിൽ ചൊല്ലേണ്ടതും പറയേണ്ടതുമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും എന്താണ് ഞാൻ പറയുന്നത് എന്ന് പോലും അറിയാത്ത അവസ്ഥയിൽ. അതിന് കാരണം എന്താണെന്നറിയോ? ഇത് നമ്മൾ ചെറുപ്പത്തിൽ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലൊക്കെ മദ്രസയിൽ പഠിക്കണ സമയത്ത് പഠിച്ചു വച്ചതാണ്. നമ്മുടെ ഉസ്താദുമാർ പഠിപ്പിച്ചതാണ്. അത് ആ 2ാം ക്ലാസ്സിൽ 7 വയസ്സിൽ 8 വയസ്സിൽ ചൊല്ലി പഠിച്ച് ചെയ്തു പഠിച്ചതുകൊണ്ട് അതിങ്ങനെ ഒരു ചടങ്ങായി തീരുകയാണ്. അതുകൊണ്ട് അത് തെറ്റൂല. തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയത് മുതൽ സലാം വീട്ടുന്നത് വരെ ഒരു റക്അത്ത് തെറ്റിയേ, ഫാത്തിഹ ഓതാൻ മറക്കേ, സൂറത്ത് ഓതാൻ മറക്കേ, റുകൂക്ക് പോകാൻ മറക്കേ, സുജൂദുകൾക്കിടയിൽ ഇരിക്കാൻ മറക്കേ, സ്വാഭാവികമായും കുറവാണ്. അതെന്തുകൊണ്ടാണ്? അതിങ്ങനെ ഒരു ചടങ്ങായി ഇങ്ങനെ ചെയ്തു പോവുകയാണ്. പക്ഷേ നാം പറയുന്ന ദിക്റുകളുടെയും ദുആകളുടെയും നാം പാരായണം ചെയ്യുന്ന ആയത്തുകളുടെയും അർത്ഥം നമ്മൾ ഇന്ന് വരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അത് ശ്രദ്ധിക്കണം ഇന്നു മുതൽ എന്നത് ഉണർത്താനാണ് ഈ ഒരു സംസാരം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നിസ്കാരത്തിന് വേണ്ടി നിന്നാൽ പിശാച് നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുന്ന റസൂൽ പറഞ്ഞത്. പടുത്ത് മെസ്സിൽ എന്താണ് സാധനം വാങ്ങേണ്ടതെന്ന് എത്ര ആലോചിച്ചിട്ട് ഓർമ്മല്ല. ഷറഫിയിലെത്തിയപ്പോൾ കുറച്ച് വാങ്ങിക്കണം, എന്തോ ഒരു സാധനം മറന്നിക്കണം. അപ്പോഴാണ് ഇഷാ ബാങ്ക് കൊടുത്ത്. ഞാനെൻ്റെ കൂടെയുള്ള ആളുമുണ്ട്. ഇഷാ നിസ്കാരത്തിന് കയറി ഇറങ്ങിയേക്ക് ഉറപ്പാണ്. ഒന്നുകിൽ ഞാൻ അയാളോട് പറയാം, അല്ലെങ്കിൽ അയാൾ എന്നോട് പറയുന്നു. എന്നോട് പറഞ്ഞു കടല വാങ്ങാൻ മറന്നിക്കണില്ലേ എന്ന്. അപ്പം നിസ്കരിച്ചപ്പോൾ കിട്ടിയതാണ്. കൊടുക്കാനുള്ളതും വാങ്ങാനുള്ളതും ചെയ്യാനുള്ളതുമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും എന്തു ചെയ്യും? നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ കിട്ടും. അത് റസൂൽ പറഞ്ഞതാണേ. ശൈത്താൻ നമ്മളെടുത്ത് വരും. എന്നിട്ട് ഇന്നതാലോചിച്ചോ, ഇന്നതാലോചിച്ചോ, അതാലോചിച്ചോ, ഇതാലോചിച്ചോ, ഇങ്ങനെ ഓരോന്നെന്ത് ചെയ്യും? നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും. നമസ്കാരത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്താൻ, നമ്മൾ നിർവഹിക്കുന്ന നമസ്കാരത്തിൽ നാം ചെയ്യേണ്ടതും പറയേണ്ടതുമായിട്ടുള്ള ദിക്റുകളുടെയും ദുആകളുടെയും അർത്ഥം നമ്മുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ കേവലം അതൊരു ചടങ്ങായി തീരാണ്. അതാ റസൂൽ പറഞ്ഞത്. നിസ്കാരക്കാർക്ക് 10-1, 9-1, 8-1, 7-1, ഇങ്ങനെ പറഞ്ഞു പോകുന്ന നിസ്ഫുണ്ട്. പൂർണ്ണ പ്രതിഫലം കിട്ടണം. 10-1 കിട്ടിയാൽ പോരാ, 9-1 കിട്ടിയാൽ പോരാ,
8ലും 7ലും 6ലും 5ലും ഒന്നും ഓരോന്ന് കിട്ടിയാൽ പോരാ, മറിച്ച് നിസ്കരിച്ചതിൻ്റെ പൂർണ്ണ പ്രതിഫലം കിട്ടണം. അങ്ങനെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് നിസ്കരിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം കേവലം ചെറിയൊരായുസാണ് നമുക്കുള്ളത്. അതിനിടയിലാണ് ഈ ചക്രശ്വാസം വലിച്ചിട്ടുള്ള മുഴുവൻ ഓട്ടങ്ങളും ചാട്ടങ്ങളും പ്രവർത്തികളും ഉള്ളത്. കാരണം നമുക്കൊക്കെ ഒരു അവധി ഉണ്ടല്ലോ അല്ലേ? വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വലികുല്ലി ഉമ്മത്തിൻ അജലുൻ ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. എല്ലാ സമുദായത്തിനും എല്ലാ ഉമ്മത്തിനും അള്ളാഹു ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ അവധി വന്നെത്തിയാൽ പിന്നെ ഒരു സെക്കൻഡ് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ പോകാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ലഭിച്ച ഈ ഒരു ചെറിയ സമയം നാം നിർവഹിക്കുന്ന ആരാധനകൾ ശ്രദ്ധയോടുകൂടി നിർവഹിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമസ്കാരം. നിസ്കാരത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഭാഗങ്ങൾ നിങ്ങളിങ്ങനെ പരിശോധിച്ച് നോക്കി. ഒക്കെ റബ്ബിനെ വാഴ്ത്തുന്നു, റബ്ബിനെ പുകഴ്ത്തുന്നു അല്ലേ? തസ്ബീഹ് ചൊല്ലുന്നു, തക്ബീർ ചൊല്ലുന്നു, ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പാരായണം ചെയ്യുന്നു. ഇതിൽ നമ്മൾ നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന 1-2 സന്ദർഭങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് 2 സുജൂദുകൾക്കിടയിലെ ഇരുത്തത്തിൽ നാം നിർവഹിക്കുന്നത്. അതൊന്ന് ശ്രദ്ധിച്ച് റബ്ബിനോട് പ്രാർത്ഥിച്ചു നോക്കി. നിങ്ങൾ എന്താ ദിക്റിൽ, ആ പ്രാർത്ഥനയിൽ, ദുആയിൽ അള്ളാഹിനോട് നമ്മൾ ചോദിക്കുന്നത്? അല്ലാഹുമ്മ അഗ്ഫിർലി, പടച്ചോനെ ഒരുപാട് പാപം എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. ചെറുതും വലുതുമായി അറിഞ്ഞും അറിയാതെയും ഞാൻ ചെയ്തു പോയ ഒരുപാട് തെറ്റുകൾ, പാപങ്ങൾ. ആളുകൾ അറിഞ്ഞാൽ എന്നെ വളരെ മോശക്കാരനായി ചിത്രീകരിക്കുന്നത്, ആളുകൾ അറിയുന്നതിൽ എൻ്റെ മനസ്സിൽ വേദന തോന്നിയിട്ടുള്ളത്, പ്രയാസം തോന്നിയിട്ടുള്ളത്, എത്രയെത്ര തിന്മകൾ. ഓരോ സെക്കൻഡിലും ഞാൻ ചെയ്തു പോകുന്ന തിന്മകൾ എത്ര കാണുകയില്ല കേൾക്കുകയില്ല എന്ന് തീരുമാനിച്ചാലും പിന്നെയും പിന്നെയും എൻ്റെ കാതുകളും കണ്ണുകളും കാണാൻ വെമ്പൽ കൊള്ളുന്ന ഈ ആധുനിക ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ മൊബൈൽ പോലുള്ള ഓൺലൈൻ പോലുള്ള സംവിധാനങ്ങളിലൂടെ ഞാൻ കണ്ടു തീർക്കുന്ന കേട്ടു തീർക്കുന്ന തിന്മകൾ, അല്ലാഹുമ്മ അഗ്ഫിർലി, എനിക്കത് പുറത്തു തരണേ. വർഹംനി, പടച്ച റബ്ബേ എന്നോട് നീ കാരുണ്യം കാണിക്കണേ. വജ്ബുർനി, എനിക്ക് ശക്തി നൽകണേ. വആഫിനി, എനിക്ക് ആഫിയത്ത് നൽകണേ. വഹ്ദിനി, എന്നെ നേർവഴിക്കാക്കണേ. വർസുഖ്നി, എനിക്ക് ഉപജീവനം നൽകണേ. വർഫഅനി, എൻ്റെ ദറജ നീ ഉയർത്തിത്തരണേ. എന്തെല്ലാം കാര്യങ്ങളാ ഒരു പ്രാർത്ഥനയിൽ അല്ലേ? പുറത്തു തരാൻ, കാരുണ്യത്തിന് വേണ്ടി, ശക്തിക്ക് വേണ്ടി, കഴിവിന് വേണ്ടി, അതുപോലെ തന്നെ ആഫിയത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി, ഹിദായത്തിന് വേണ്ടി, റിസക്കിന് വേണ്ടി അല്ലേ? റിസ്ക്കിന് വേണ്ടി, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്ന് കഷ്ടപ്പെടുന്നത്. അത് ഹലാലായ മാർഗത്തിലൂടെ ഉള്ളതാകണം. വർഫഅനി, പരലോകത്ത് ഉയർച്ച ലഭിക്കുന്നതിന് വേണ്ടി, ദുനിയാവിൽ ഉയർച്ച ലഭിക്കുന്നതിന് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇത് നമ്മളിൽ എത്ര ആളുകൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്? ഇത് നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാ. ആ പ്രാർത്ഥനയിൽ പോലും നമുക്കെന്തില്ല? ശ്രദ്ധയില്ല. പ്രിയമുള്ളവരെ, ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകളൊക്കെ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. അങ്ങനെ നാം നമുക്ക് വേണ്ടി നിർവഹിക്കുന്ന മറ്റൊരു പ്രാർത്ഥനയാണ് അത്തഹിയ്യാത്തിൽ, തശഹുദിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അല്ലാഹുമ്മ അഗ്ഫിർലി. ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. പ്രാർത്ഥനകളുടെ പുസ്തകം വാങ്ങി വായിച്ചാൽ എത്രയോ എണ്ണമറ്റ പ്രാർത്ഥനകളുടെ പുസ്തകങ്ങൾ നമ്മുടെ നാട്ടിൽ സുലഭമാണ്. ഇംഗ്ലീഷിലും അറബിയിലും, അറബി മലയാളത്തിലും, മലയാളത്തിലും, എല്ലാ ഭാഷയിലും ഇന്ന് പ്രാർത്ഥനാ പുസ്തകങ്ങൾ ലഭ്യമാണ്. നമസ്കാരത്തിൻ്റെ വിഷയം കൈകാര്യം ചെയ്യുന്ന, നമസ്കാരവുമായി ബന്ധപ്പെട്ട് മാത്രം എഴുതിയ പുസ്തകങ്ങളുണ്ട്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹിയെ പോലെയുള്ള പണ്ഡിതന്മാർ രചിച്ച, ഷെയ്ഖ് ഖഹ്ത്വാനിയെ പോലെ ഉള്ള പണ്ഡിതന്മാർ രചിച്ച സ്വലാത്തുൽ മുഅ്മിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം എന്ന് പറയുന്ന പുസ്തകങ്ങൾ, ഇതിലൊക്കെ
വ്യത്യസ്തമായ പ്രാർത്ഥനകളുണ്ട് അത്തഹിയാത്തിൽ ഇരിക്കുമ്പോൾ ചൊല്ലേണ്ടതായിട്ടുള്ളത്. അതിലൊരു പ്രാർത്ഥന അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണേ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പാപങ്ങൾ റബ്ബിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് പശ്ചാത്തപിക്കുകയാണ്, ഇസ്തിഗ്ഫാറിനെ ചോദിക്കുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി, റബ്ബേ എനിക്ക് നീ പുറത്തു തരണേ. മാ ഖദ്ദംതു, ഞാൻ ചെയ്തു കഴിഞ്ഞ പാപങ്ങൾ. എൻ്റെ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ ഈ നിമിഷം വരെയുള്ള ഓരോ വഖത്തിന് പോകുമ്പോഴും ഇത് റബ്ബിനോട് ആവർത്തിച്ച് ചോദിക്കുകയാണ്. കേവലം ഒരു പോയി വരവ് മാത്രമല്ല വേണ്ടത്, മറിച്ച് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും കൃത്യമായി മനസ്സിൽ വിചാരിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ നിർവഹിക്കേണ്ടത്. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നിയ്യത്തില്ലെങ്കിലൊക്കെ ഒരു ചടങ്ങായിത്തീരും. ഈ ഒരു ഉദ്ദേശം നമ്മുടെ മനസ്സിലുണ്ടാകണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയ പാപങ്ങൾ റബ്ബേ എനിക്ക് നീ പുറത്തു തരണമേ. വമാ അഖ്റതു, ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന പാപങ്ങളും എൻ്റെ ഭാവി ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ വന്നേക്കാവുന്ന പാപങ്ങളും എനിക്ക് നീ പുറത്തു തരണമേ. കാരണം നമ്മളെ കുറിച്ച് കൃത്യമായി അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. നമ്മുടെ കഴിഞ്ഞുപോയ കാലവും ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ മരണം വരെ, മരണത്തിന് ശേഷവും നമ്മളിൽ വരാനിരിക്കുന്ന കാര്യങ്ങളും കൃത്യമായി അറിയുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ്. അപ്പോൾ ആ റബ്ബിനോട് നമ്മുടെ കഴിവ് കുറവുകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പടച്ച റബ്ബേ, ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ, കഴിഞ്ഞു പോയ പാപങ്ങൾ, ഇനി വരാനിരിക്കുന്നതുമായ പാപങ്ങളും എനിക്ക് നീ പുറത്തു തരണമേ. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട് വിശ്വാസികളോട്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വൽ തൻളുറു നഫ്സും മാ ഖദ്ദമത് ലിഅദിൻ, നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താ ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരും നോക്കണമെന്ന്. അപ്പം കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ചുള്ള ഒരു വീണ്ടും വിചാരം ഉണ്ടായെങ്കിലേ നാളേക്ക് വേണ്ടി നന്നാകാൻ നമുക്ക് സാധിക്കുള്ളൂ. അപ്പം കഴിഞ്ഞു പോയ കാലത്ത് സംഭവിച്ചു പോയ പാപങ്ങൾ റബ്ബിനോട് പറഞ്ഞുകൊണ്ട് പുറത്തു തരാൻ പറഞ്ഞിട്ട് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള പാപങ്ങളും റബ്ബേ എനിക്ക് നീ പുറത്തു തരണേ. വരാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കും വേണം. മുൻകൂർ ജാമ്യം എടുക്കാൻ പാടില്ല. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് അങ്ങനെ ആകും എന്ന് സാധാരണ നമ്മൾ പറയാറുണ്ട്. സംഭവിക്കോ ഇല്ലെന്നൊന്നും അറിയില്ല, ഒരു മുൻകൂറായി പറഞ്ഞിടുക. ഇത് ഭാവിയിൽ തെറ്റ് ചെയ്യാനുള്ള ഒരു അനുവാദമല്ല, മറിച്ച് തെറ്റ് ചെയ്യാൻ പാടില്ല. എന്നാൽ അഥവാ തെറ്റ് സംഭവിച്ചാൽ അല്ലാഹു റസൂൽ പറഞ്ഞില്ലേ, മനുഷ്യൻ ആദമിൻ്റെ പുത്രൻ ആദം സന്തതി തെറ്റ് ചെയ്യുന്നവനാണ്. ആ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമൻ ഖൈറുൽ ഖത്വാഈന മിനത് തവ്വാബീൻ, അതാരാ? തൗബ ചെയ്യുന്നവരാണ്. തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമൻ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്നവനാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, പടച്ച റബ്ബേ, എൻ്റെ വരാനിരിക്കുന്ന ജീവിതത്തിൽ ഞാൻ പാപങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതും എനിക്ക് നീ പുറത്തു തരണേ. ഇനിയാണ് അതിലും വലിയത്, വമാ അസ്റർതു വമാ അഅലൻതു, ഞാൻ രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും. നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ആരും കാണരുത്, ആരെങ്കിലും കണ്ടാലോ എന്ന ഒരു ഉൾഭയത്തോടു കൂടി, എന്ന ഒരു ലജ്ജയോടുകൂടി, എന്നൊരു മനക്കുത്തോടുകൂടി നാം ചെയ്തു പോയ തെറ്റുകൾ, പാപങ്ങൾ, മറ്റുള്ളവർ അറിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നെക്കുറിച്ച് എന്ന് തോന്നിപ്പോകുന്ന തിന്മകൾ, പടച്ച റബ്ബേ അതെനിക്ക് പുറത്തു തരണേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുക. കാരണം എന്താ? റബ്ബ് കണ്ടിട്ടുണ്ട് നമ്മൾ ചെയ്തതൊക്കെ. നമ്മുടെ രഹസ്യവും പരസ്യവും അറിയുന്നവനാണ് റബ്ബ്. യഅലമു ഖായിനത്തൽ അയൂനി വമാ തുഖ്ഫിസ് സുദൂർ, നമ്മുടെ കണ്ണിൻ്റെ കട്ടുനോട്ടവും ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചതും അറിയുന്നവനാണ് റബ്ബ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മാത്രമല്ല, മനുഷ്യരെ മറപ്പിച്ചുകൊണ്ട്, മനുഷ്യരുടെ കണ്ണിൽ പെടാതെ നമ്മൾ ഒളിഞ്ഞും പൂഴ്ത്തിയും ചെയ്യുന്ന തിന്മകൾ
ഒരിക്കലും മറ്റുള്ളവർ കാണരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് അള്ളാഹു അറിയുന്നു എന്നാ വിശുദ്ധ ഖുർആൻ പറയുന്നത്. യസ്തഖ്ഫൂന മിനന്നാസ്, ജനങ്ങളെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നാം ചെയ്യുന്ന പാപങ്ങൾ മറ്റുള്ളവർ കാണരുതേ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. എന്നാലോ വല യസ്തഖ്ഫൂന മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കാൻ നമുക്ക് കഴിയില്ല. പടച്ച റബ്ബ് പറയാം, അള്ളാഹിനെ ഒളിപ്പിച്ചു വെക്കാൻ ആർക്കും കഴിയില്ല. മനുഷ്യന്മാരെ ഒളിപ്പിച്ചു വെക്കാൻ, ഒളിച്ചുകൊണ്ട് തെറ്റുകൾ ചെയ്യാൻ ആളുകൾക്ക് സാധിക്കും. അപ്പം നമ്മുടെ രഹസ്യത്തിലും പരസ്യത്തിലും വന്നിട്ടുള്ള പാപങ്ങൾ റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ, എനിക്ക് നീ പുറത്തു തരണേ. ഇനിയോ അതിലും വലുതാണ് അടുത്ത വാചകം, വമാ അസ്റഫ്തു, ഇസ്റാഫ് സംഭവിച്ചത്. ഒരു തെറ്റന്നെ ഇങ്ങനെ നിരവധി തവണ ചെയ്തത്. സാധാരണ ഇപ്പം അടുത്തൊരു വീഡിയോ കണ്ടു, പ്രവാസ ലോകത്ത് ജീവിക്കുന്ന സെയിൽസ് വകുപ്പിലും പിന്നെ ഓഫീസ് ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളെ പെട്രോൾ ബില്ല് മോഷ്ടിക്കണ ഒരു സംഗതി ഒരാൾ പിന്നെ സംസാരിക്കുന്നുണ്ട് അതിനെക്കുറിച്ചിങ്ങാണ്ട്. ഒരിക്കലും അത് ചെയ്യരുത് വിശ്വാസികളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഒരു തെറ്റന്നെ ആവർത്തിച്ച് ചെയ്യുക. മോഷണമാണെങ്കിൽ അതിങ്ങനെ ആവർത്തിച്ച് ചെയ്യുക പിടിക്കപ്പെടുന്നത് വരെ. അതല്ലെങ്കിൽ വ്യഭിചാരമാണെങ്കിൽ, പലിശയാണെങ്കിൽ, അതല്ലെങ്കിൽ അതുപോലെ വലിയതോ വൻപാപങ്ങളിൽപ്പെട്ടതോ ചെറിയ പാപങ്ങളിൽപ്പെട്ടതോ ആയ പാപങ്ങൾ അതിങ്ങനെ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. പടച്ചോനെ അതെനിക്ക് പുറത്തു തരണേ. വമാ അസ്റഫ്തു, ഞാൻ ആവർത്തിച്ച് ചെയ്തുന്ന അതിര് കവിഞ്ഞത്, ഒരു പാപം ചെയ്ത് ആ പാപത്തിൽ അതിര് കവിഞ്ഞത് എനിക്ക് നീ പുറത്തു തരണേ. എന്നിട്ട് നമ്മൾ പറയണത് എന്താ അറിയോ, വമാ അൻത അഅലമു ബിഹി മിന്നി, കാരണം ഇതൊക്കെ ഞാൻ ഈ ചെയ്തു കൂട്ടിയതൊക്കെ എന്നെക്കാൾ കൂടുതൽ നന്നായി ആർക്കറിയാം? റബ്ബേ നിനക്കറിയാം. അതുകൊണ്ട് നീ എനിക്ക് പുറത്തു തരണമേ. അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖിർ ലാ ഇലാഹ ഇല്ലാ അൻത. ഔദാര്യമോ ശിക്ഷയോ നൽകുകയാണെങ്കിൽ മുന്തിപ്പിക്കുന്നവനും പിന്തിപ്പിക്കുന്നവനും നീയാണ്. നീ ഔദാര്യം തരാണെങ്കിൽ അത് നേരത്തെ തരുന്നവനും നീയാണ്, അല്ല വൈകിപ്പിക്കുന്നവനും നീയാണ്. കാരുണ്യം കാണിക്കുകയാണെങ്കിൽ, ശിക്ഷിക്കുകയാണെങ്കിൽ അത് വേഗത്തിൽ തരുന്നവനും പിടിച്ചു വെക്കുന്നവനും നീയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത, ആരാധനക്കർഹൻ നീയല്ലാതെ മറ്റാരുമില്ല റബ്ബേ എന്ന് പടച്ചോനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നോക്കി നിങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ അറുത്തറിഞ്ഞ് മനസ്സുകൊണ്ട് ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോഴേ റഹ്മാനായ റബ്ബ് നമ്മിൽ നിന്ന് എന്ത് ചെയ്യുള്ളൂ? ഇത് സ്വീകരിക്കുള്ളൂ. അതുകൊണ്ട് നമ്മുടെ നമസ്കാരത്തിൽ അതീവ ശ്രദ്ധ നമുക്ക് വേണം. പിന്നെ നമ്മൾ രക്ഷ തേടുക. നമ്മൾ ഈ ഏറ്റുപറച്ചിലൊക്കെ പറഞ്ഞിട്ട് പിന്നെ റബ്ബിനോട് രക്ഷ ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതാകട്ടെ ദുനിയാവിലും പരലോകത്തും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതൊക്കെ ശ്രദ്ധയില്ലാതെ പ്രാർത്ഥിക്കുന്നവൻ്റെ ഒരവസ്ഥ ആലോചിച്ച് നോക്കി നിങ്ങൾ. എന്താ നമ്മൾ പറയണത് എന്നറിയോ? എന്താ റബ്ബിനോട് ചോദിക്കുന്നത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു, മിൻ അദാബിൽ ഖബർ, ഇന്ന് ഈ നിൽക്കുന്നതും ഇരിക്കുന്നതുമായ നമ്മൾ ഓരോരുത്തരും ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായു ഒരല്പസമയം നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത് നിന്നാൽ ഈ ഇരിക്കുന്ന നമ്മുടെ പേര് മാറി മറ്റൊരു പേര് നമ്മിലേക്ക് ചാർത്തപ്പെടും. തൊട്ടടുത്ത സെക്കൻഡ് മുതൽ നമ്മൾ ഈ ദുനിയാവിനപ്പുറത്തുള്ള പരലോക ജീവിതത്തിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ആ ജീവിതം ബർസഖിയായ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്ന രംഗങ്ങളെക്കുറിച്ച്, അതിൽ ശിക്ഷയാണെങ്കിൽ ആ ശിക്ഷയെ തൊട്ട് റബ്ബിനോട് കാവൽ ചോദിക്കുകയാണ്. ഇതൊന്നും ഇങ്ങനെ മനസ്സിക്ക് വരാതെ കേവലം ഇങ്ങനെ വിരലനക്കിങ്ങോണ്ടോ വിരലനക്കാതെ ഏത് ഏത് രൂപത്തിലാണെങ്കിലും ശരി എന്ത് ചെയ്യാണ്? ഇതിങ്ങനെ ചൊല്ലിപ്പറഞ്ഞാണ്ട് സലാം വീട്ടുമ്പോൾ സലാം വീട്ടിങ്ങാണ്ട് തിരിച്ചു പോരുകയാണ്. അങ്ങനെയല്ല ഒരു വിശ്വാസിയുടെ നമസ്കാരം. അങ്ങനെയായിക്കൂടാ. ഖബർ ശിക്ഷയെ തൊട്ട് രക്ഷ ചോദിക്കുകയാണ്. വിശദീകരിക്കുന്നില്ല ഖബർ ശിക്ഷയെ തൊട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രയോ ഏറെ വിശദീകരിച്ചിട്ടുണ്ട്. ഹദീസുകളിൽ നമുക്ക് എമ്പാടും കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ രണ്ടാൾ വരികയും റസൂലിനെ കൂട്ടിക്കൊണ്ടുപോവുകയും
ആ യാത്രയിൽ റസൂൽ കണ്ട കാഴ്ചകളെക്കുറിച്ച് റസൂൽ പിറ്റേ ദിവസം രാവിലെ സ്വഹാബത്തിന് മുമ്പിൽ വിശദീകരിക്കുന്നതുമായ സ്വഹീഹായ ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. ഇമാം മുസ്ലിമിൻ്റെ സ്വഹീഹിലും ബുഖാരിയിലുമൊക്കെ മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഖുർആൻ പഠിച്ചിട്ടും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്തവന് ലഭിച്ച ശിക്ഷ, ഏഷണിയും പരദൂഷണവുമായി നടന്നവന് കിട്ടിയ ശിക്ഷ, അതുപോലെ തന്നെ പലിശക്കാരനുള്ള ശിക്ഷ, വ്യഭിചാരിക്കുള്ള ശിക്ഷ, ഇതൊക്കെ റസൂൽ ആ കാഴ്ചയിൽ കണ്ടതാണ്. പ്രിയമുള്ളവരെ, അപ്പോൾ ഖബർ ശിക്ഷയെക്കുറിച്ച്, ഖബറിലെ ശിക്ഷയെ തൊട്ട് നമ്മൾ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുകയാണ്. പിന്നെയോ വമിൻ അദാബിന്നാർ, അതിലും വലുത് പടച്ച റബ്ബേ, നരകത്തിലെ ശിക്ഷയെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. നമ്മുടെ അമലുകൾ തൂക്കി നോക്കി നമ്മുടെ സൽക്കർമ്മങ്ങൾക്കനുസരിച്ച്, നമ്മുടെ ദുഷ്കർമ്മങ്ങൾക്കനുസരിച്ച് സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുമ്പോൾ സ്വർഗമാണ് ലഭിക്കുന്നത് എങ്കിൽ സൗഭാഗ്യവാന്മാരാണ്. നേരെ മറിച്ചാണെങ്കിൽ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. ആ ശിക്ഷയെ തൊട്ട് റബ്ബിനോട് കാവൽ ചോദിക്കുകയാണ്, യാതൊരു ശ്രദ്ധയുമില്ലാതെ. അങ്ങനെ പാടില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ചൊല്ലുന്ന ഓരോ വചനവും ഓരോ വാക്കും ശ്രദ്ധയോടുകൂടിയായിരിക്കണം നാം നിർവഹിക്കേണ്ടത്. അപ്പോൾ ഖബറിനെ തൊട്ട്, ഖബർ ശിക്ഷയെ തൊട്ട് രക്ഷ ചോദിച്ചു, നരകത്തെ തൊട്ട് രക്ഷ ചോദിച്ചു. ഇനിയോ വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത്ത്, ജീവിതത്തിലും മരണത്തിലും ഉണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ നിന്ന്, ദുനിയാവിലെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള പരീക്ഷണങ്ങളെ തൊട്ടും മരണത്തെ തൊട്ടുള്ള മരണത്തിലും അതിനുശേഷവും ഉണ്ടാകുന്ന പരീക്ഷണങ്ങളെ തൊട്ടും റബ്ബിനോട് രക്ഷ ചോദിക്കുകയാണ്. ഇതൊന്നും വിശദീകരിക്കുന്നില്ല സമയക്കുറവ് കൊണ്ട്. അവസാനമായി പറയുന്നത് എന്താണെന്നറിയോ? വമിൻ ശർരി ഫിത്നത്തിൽ മസീഹദ് ദജ്ജാൽ, മസീഹദ് ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്നും. ലോകത്ത് ഏറ്റവും വലിയ ഫിത്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് മസീഹുദ് ദജ്ജാലിൻ്റെ ഫിത്നയാണ്. ലോകത്ത് വരാനിരിക്കുന്നതിൽ ഏറ്റവും വലിയ ഫിത്ന, പരീക്ഷണം ദജ്ജാലിനെ കൊണ്ടുണ്ടാകുന്ന പരീക്ഷണമാണ്. ലോകത്ത് വന്ന ഒരു പ്രവാചകനും ദജ്ജാലിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാതെ പോയിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഖേദകരമെന്ന് പറയാം, ആ ദജ്ജാലിൻ്റെ വിഷയത്തിൽ നിഷേധ സ്വഭാവം പ്രകടിപ്പിച്ചവരും നമ്മുടെ നാട്ടിലുണ്ട്. ദജ്ജാലുമായി ബന്ധപ്പെട്ട ഹദീസുകളെ നിഷേധിച്ചവർ, ദജ്ജാലിൻ്റെ വരവിനെ, ദജ്ജാലിനെ തന്നെ അവർ മനസ്സിലാക്കിയത് എന്താണ്? മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും നീചന്മാരായ ആളുകളൊക്കെ ദജ്ജാലാണ്. ഹദീസിൽ പാണ്ഡിത്യം ലഭിച്ചവരാണ് അത്തരം സംസാരങ്ങൾ നടത്തിയിട്ടുള്ളത്. ഹദീസ് നിഷേധികൾക്ക് മറുപടി എന്ന് വരെ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ പോലും ഞങ്ങൾ ഹദീസ് നിഷേധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ലേഖനം എഴുതിയതിൽ തന്നെ ഹദീസ് നിഷേധം നടത്തിയവർ ആ രൂപത്തിൽ. എന്നിട്ട് ദജ്ജാലിനെ നിഷേധിച്ചിട്ട് ഏതൊക്കെയെന്നറിയോ? ഒരുപാട് ഹദീസുകൾ. പ്രധാനപ്പെട്ടത് പറഞ്ഞാൽ ഇമാം മുസ്ലിം തൻ്റെ സ്വഹീഹിൽ ഖിസ്സത്തു ജസ്സാസ എന്ന് ഒരു ബാബിന്, അധ്യായത്തിന് പേര് നൽകിയിട്ട് മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് കൊണ്ടുവരുന്നുണ്ട് സ്വഹീഹ് മുസ്ലിമിൽ. ആ ഹദീസിൽ ദജ്ജാലുമായി ബന്ധപ്പെട്ട വിഷയം പരിപൂർണമായി സുദീർഘമായ ഒരു ഹദീസാണ്. ഹദീസിൻ്റെ മലയാളം തന്നെ വാങ്ങാൻ കിട്ടും. അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. സുദീർഘമായ ഒരു ഹദീസിൽ ദജ്ജാലിനെ കുറിച്ച് വിശദീകരിക്കുന്നത്. ആ ഹദീസിനെ നിഷേധിച്ചു. എന്നിട്ട് പിന്നെ നിസ്കാരത്തിലിരിക്കുമ്പോൾ പ്രാർത്ഥിക്കണത് എന്താ? ദജ്ജാലിൽ നിന്ന് രക്ഷ നൽകണേ. ദജ്ജാലില്ല, ദജ്ജാൽ വരൂല, ദജ്ജാലിനെ നിഷേധിക്കുക. എന്നിട്ട് ദജ്ജാലിനെ തൊട്ട് എന്ത് വിധി വൈപരീതമാണല്ലേ നോക്കി നിങ്ങൾ. അപ്പം ഇതൊക്കെ വരാനിരിക്കുന്ന വലിയൊരു ഫിത്നയാണ്. ആ ഫിത്നയെ തൊട്ട് റബ്ബിനോട് കാവൽ ചോദിക്കുകയാണ്, അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരുപാട് ദുആകളുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ദുആകളാണെങ്കിൽ അത് സലാം വീട്ടുന്നതിന് മുമ്പും, ദിക്റുകളാണെങ്കിൽ സലാം വീട്ടിയതിന് ശേഷവുമാണ് ചൊല്ലേണ്ടത് എന്ന് പഠിപ്പിച്ചു. നിസ്കാരത്തിൻ്റെ അവസാന ഭാഗത്ത് അത്തഹിയാത്തിൽ ഇരിക്കുമ്പോൾ അത്തഹിയാത്ത് ചൊല്ലിയതിന് ശേഷം പ്രവാചകൻ്റെ പേരിൽ ഇബ്രാഹിമിയായ സ്വലാത്തും ചൊല്ലിയതിന് ശേഷം
വ്യത്യസ്തമായ ദുആകളുണ്ട്. ഏത് ചൊല്ലുകയാണെങ്കിലും ഇതുപോലെ അർത്ഥമറിഞ്ഞ് ചൊല്ലാൻ, അർത്ഥമറിഞ്ഞ് പ്രാർത്ഥിക്കാൻ, നിസ്കാരത്തിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് നിസ്കരിക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണം. എത്ര സമയമില്ലെങ്കിലും 2 റക്അത്താകട്ടെ, 4 റക്അത്താകട്ടെ, 3 റക്അത്താകട്ടെ, നിർബന്ധമോ ഐച്ഛികമോ ആയ സുന്നത്തുകളോ ഒക്കെ ആകട്ടെ, നിസ്കരിക്കുന്നത് ഏറ്റവും നല്ല ശ്രദ്ധയോടുകൂടി ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നിസ്കരിക്കേണ്ടത്. നമ്മുടെ ആരാധന നമുക്ക് തിരിച്ചടിയായി കൂടാ. നാളെ പരലോകത്ത് റഹ്മാനായ റബ്ബ് കൃത്യമായി ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് നിസ്കരിക്കുന്ന, ശ്രദ്ധയോടുകൂടി നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്തു നൽകുമാറാകട്ടെ. റബ്ബിൻ്റെ മാർഗത്തിൽ അക്ഷീണം പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാം റഹ്മാനായ റബ്ബ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.